നമസ്കാരം. വിവാഹത്തിന്റെ മധുരം മാറും മുൻപേ കനത്ത പ്രതീക്ഷകളോടെ ഭർത്തൃവീട്ടിലേക്ക് വലതുകാൽ വെച്ചു കയറിയ 19-കാരിയായി ഗർഭിണി തൂങ്ങി മരിച്ച സംഭവത്തിൽ ഭർത്തൃവീട്ടുകാർക്കെതിരെ ആരോപണങ്ങൾ കടുക്കുന്നു. കല്യാണം കഴിഞ്ഞ് കൃത്യം 40ാമത്തെ ദിവസം പാനൂരിൽ ഫാത്തിമ എന്ന യുവതി ആത്മഹത്യ ചെയ്തതിന് പിന്നിൽ ഭർത്താവിന്റെയും വീട്ടുകാരുടെയും ക്രൂരമായ സ്ത്രീധന പീഡനമാണെന്ന് ചൂണ്ടിക്കാട്ടി ബന്ധുക്കൾ രംഗത്തെത്തി. കുറ്റക്കാർക്കെതിരെ കൊലക്കുറ്റത്തിന് കേസെടുക്കണമെന്നാവശ്യപ്പെട്ട് ഫാത്തിമയുടെ സഹോദരൻ തൃക്കുന്നപ്പുഴ പോലീസിൽ ഔദ്യോഗികമായി പരാതിയും നൽകി. തൃക്കുന്നപ്പുഴ പാനൂർ കൊല്ലൻ്റെഴുത്ത് വീട്ടിൽ അബ്ദുൾ നാസർ റഹ്മത്ത് ദമ്പതികളുടെ മകളായ ഫാത്തിമയെ കഴിഞ്ഞ പെരുന്നാൾ ദിനത്തിനാണ് സ്വന്തം വീട്ടിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. 19 വയസ്സ് മാത്രമായിരുന്നു പ്രായം, അതായത് +2 കഴിഞ്ഞെത്തിയ പ്രായം. അന്ന് ഉച്ചയ്ക്ക് 2:30യോടെയാണ് ഭർത്താവ് നൌഫൽ ഫാത്തിമയെ പാനൂരിലെ സ്വന്തം വീട്ടിലാക്കാൻ എത്തിയത്. പെരുന്നാൾ ദിവസമായതിനാൽ അന്നവിടെ നിൽക്കാൻ ഫാത്തിമയും വീട്ടുകാരും നൌഫലിനെ ഒത്തിരി നിർബന്ധിച്ചെങ്കിലും കടയിൽ പോകാനുണ്ടെന്ന കാരണം പറഞ്ഞ നൌഫൽ പെട്ടെന്ന് തന്നെ മടങ്ങി. ഇതിനുശേഷം നൌഫലും ഫാത്തിമയും തമ്മിൽ ഫോണിലൂടെ കടുത്ത വാക്കുതർക്കവും വഴക്കുമുണ്ടായതായും ഇതിന് തൊട്ടു പിന്നാലെ മാനസികമായി തകർന്ന ഫാത്തിമ രാത്രി 8:30യോടെ കിടപ്പുമുറിയിൽ ആത്മഹത്യ ചെയ്യുകയായിരുന്നു എന്നാണ് വീട്ടുകാർ പറയുന്നത്. മരണപ്പെടുമ്പോൾ ഫാത്തിമ ഒരു ജീവനെ ഉള്ളിൽ ചുമക്കുന്ന ഗർഭിണി കൂടിയായിരുന്നു എന്ന വിവരം നാടിനെയാകെ കണ്ണീരിലാഴ്ത്തുകയാണ്. 11.5 ലക്ഷത്തിന്റെ സ്വർണ്ണമടക്കം കൊടുത്താണ് ഫാത്തിമയെ വീട്ടുകാർ വിവാഹം കഴിപ്പിച്ചയച്ചത്. എന്നിട്ടും നിർത്തിയില്ല ക്രൂരപീഡനം എന്നതാണ് യാഥാർത്ഥ്യം. കഴിഞ്ഞ ഏപ്രിൽ 19-നായിരുന്നു ഫാത്തിമയുടെയും ആലപ്പുഴയിലെ സ്വകാര്യ സ്ഥാപനത്തിൽ ജീവനക്കാരനായ നൌഫലിന്റെയും വിവാഹം നടന്നത്. വിവാഹ സമയത്ത് 11.5 ലക്ഷം രൂപ വിലമതിക്കുന്ന സ്വർണ്ണാഭരണങ്ങളാണ് ഫാത്തിമയുടെ കുടുംബം ഉപചാരപൂർവ്വം നൽകിയത്. എന്നാൽ ഈ സമ്പാദ്യം കൊണ്ട് തൃപ്തിപ്പെടാതെ ഭർത്താവ് നൌഫൽ, ഇയാളുടെ മാതാവ് റുമൈലത്ത്, സഹോദരി ഭീമ എന്നിവർ ചേർന്ന് കൂടുതൽ സ്വർണം ആവശ്യപ്പെട്ട് ഫാത്തിമയെ നിരന്തരം മാനസികമായും ശാരീരികമായും പീഡിപ്പിച്ചിരുന്നതായി പരാതിയിൽ വ്യക്തമാക്കുന്നു. മറ്റുള്ളവരുടെ മുന്നിൽ വെച്ചും യാത്ര ചെയ്യുന്ന വാഹനങ്ങളിൽ വെച്ചും ഫാത്തിമയെ ഇയാൾ ആക്ഷേപിക്കുന്നത് പതിവായിരുന്നു. ക്രൂരതയുടെ അങ്ങേയറ്റമെന്നോണം മരണപ്പെടുന്നതിന് വെറും 3 ദിവസം മുൻപ് അർദ്ധരാത്രി 2 മണിക്ക് ഫാത്തിമയെ ഭർത്തൃവീട്ടുകാർ ചേർന്ന് വീടിന് പുറത്താക്കി കതകടച്ചതായും ബന്ധുക്കൾ ആരോപിക്കുന്നു. ഭർത്തൃവീട്ടിൽ താൻ അനുഭവിച്ചിരുന്ന നരകയാതനകൾ ഒന്നും തന്നെ ഫാത്തിമ തുടക്കത്തിൽ സ്വന്തം വീട്ടുകാരെ അറിയിച്ചിരുന്നില്ല. എന്നാൽ ഫാത്തിമയുടെ മരണശേഷം വീട്ടുകാർ അവളുടെ മൊബൈൽ ഫോൺ എടുത്ത് വിശദമായി പരിശോധിച്ചപ്പോഴാണ് നൌഫലും കുടുംബവും നടത്തിയ ക്രൂരമായ ചതിയുടെയും കൊടിയ പീഡനങ്ങളുടെയും ഞെട്ടിക്കുന്ന വിവരങ്ങൾ പുറത്തു വന്നത്. ഇതോടെയാണ് ഫാത്തിമയുടെ സഹോദരൻ തെളിവുകൾ സഹിതം തൃക്കുന്നപ്പുഴ പോലീസിനെ സമീപിച്ചത്. പ്രതീക്ഷകളുടെ പുതിയ ജീവിതത്തിലേക്ക് ചുവടുവെച്ച 19-കാരിയായ ഫാത്തിമയുടെയും അവളുടെ ഉള്ളിൽ വളർന്ന ജീവന്റെയും ദാരുണാന്ത്യം സ്ത്രീധനം എന്ന സാമൂഹിക വിപത്തിന്റെ ആഴം വീണ്ടും ഓർമ്മിപ്പിക്കുന്നതാണ്. മലയാളികൾ എത്ര കിട്ടിയാലും പഠിക്കില്ല എന്ന് നമ്മൾ പറയും. ഒരു 19-കാരി പഠിക്കാനുള്ള പ്രായമാണ്, കോളേജിലേക്ക് പോകേണ്ടതാണ്, വിദ്യാസമ്പന്നയാവേണ്ടതാണ്. ആ ഘട്ടത്തിൽ പിടിച്ച് വിവാഹം കഴിപ്പിച്ചു എന്നത് മാത്രമല്ല, സ്ത്രീധനവും നൽകി വിവാഹം കഴിപ്പിച്ചു എന്നുള്ളതാണ്. ആ ഘട്ടത്തിൽ വീണ്ടും ഒരു സ്ത്രീധന കൊലപാതകം കൂടി നമ്മുടെ നാട്ടിൽ വന്നിരിക്കുന്നു. ആത്മഹത്യയാണ്, പക്ഷെ അതിനെ കൊലയെന്നല്ലാതെ മറ്റെന്താണ് വിളിക്കേണ്ടത്? വിവാഹ സമയത്ത് നൽകിയ 11.5 ലക്ഷത്തിന്റെ സ്വർണം പോരാതെ കൂടുതൽ സ്ത്രീധനം ആവശ്യപ്പെട്ട് ഭർത്താവും വീട്ടുകാരും നടത്തിയ ക്രൂരമായ മാനസിക ശാരീരിക പീഡനങ്ങളാണ് ഈ പെൺകുട്ടി ആത്മഹത്യയിലേക്ക് തള്ളിയിട്ടതെന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. മരണത്തിന് തൊട്ടു മുൻപുള്ള ദിവസങ്ങളിൽ അർദ്ധരാത്രിയിൽ വീടിന് പുറത്താക്കിയതും ഫോണിലൂടെ ഉണ്ടായ തർക്കങ്ങളും ഫാത്തിമ അനുഭവിച്ച നരകയാതനകളുടെ ആഴം എത്രയെന്ന് മനസ്സിലാക്കുന്നു. ഡിജിറ്റൽ തെളിവുകൾ സഹിതം ഫാത്തിമയുടെ കുടുംബം തൃക്കുന്നപ്പുഴ പോലീസിൽ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ കുറ്റക്കാർക്കെതിരെ കൊലക്കുറ്റത്തിന് കേസെടുക്കണമെന്ന ആവശ്യം ശക്തമാവുകയാണ്.